ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ച് കുക്കിംഗ് വ്ളോഗുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പാക്കിംഗ് വ്ളോഗൊക്കെ ഉണ്ട്. പാക്കിംഗ് എന്ന് വെച്ചാൽ കുറച്ച് കുക്കിംഗ് ഉണ്ട്, കുറച്ച് പാക്കിംഗ് ഉണ്ട്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പാക്ക് ചെയ്യുന്നതുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് വ്ളോഗാണ്. അപ്പോൾ അതാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ബീഫിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് കൂടുതൽ ബീഫ് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ ബീഫ് വറ്റിച്ച് മാറ്റി, ബാക്കി വളരെ കുറച്ചെടുത്തിട്ട് ബീഫ് റോസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പാക്ക് ചെയ്തു. നെക്സ്റ്റ് പരിപാടി നമ്മൾ നെക്സ്റ്റ് ഡേയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതാ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ റോസ്റ്റ്. അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയുന്നത് പോലെ ചിക്കൻ ഡ്രൈ ഫ്രൈ. അപ്പോൾ ഈ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു ചിക്കൻ റെസിപ്പി പാകമാകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കൂടുതൽ പല സ്റ്റേജസിലായിട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില പല സ്റ്റേജസിലായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ കുറച്ച് വെതറി ഒരു ബൗള് കംപ്ലീറ്റ് എന്താ പറയുക കറിവേപ്പിലയുണ്ട്. അപ്പോൾ പല തവണകളായിട്ട് അത് മുഴുവൻ നമ്മൾ ഇടും. അതിനുശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടു. അതിനുശേഷം ഇത് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഒരു 25% എങ്ങാണ്ടോ ആയിട്ടുള്ളൂ. ഇത് 100% എന്ന് പറയുമ്പോഴത്തേനും നന്നായിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ നമ്മുടെ സവോള നമ്മൾ കുറച്ച് കൂടുതൽ ഈ റെസിപ്പിയിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി സവോളയൊക്കെ. പക്ഷേ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എവിടെയോ ഒരു എല്ലാം കൂടി ഒരു ക്രീം പോലെ ആയിട്ട് നമ്മുടെ പത്തിരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചിക്കൻ ഡ്രൈ ആയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ 2-3 ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു 3 days ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ പത്തിരിക്കൊക്കെ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പത്തിരിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആ റോസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ബീഫ് വറ്റിച്ച ഐറ്റംസ് പോലും നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ ഏകദേശം ചിക്കൻ്റെ ഒരു 50% ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് കുറേ നേരം കിടക്കാനുണ്ട്. കിടന്നതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫാക്കി മാറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കേടായിപ്പോകും. ഈ ഒരു ഫോമിലൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കേടായിപ്പോകും. അതുകൊണ്ട് തന്നെ സവോളയൊക്കെ ചേർത്തത് കൊണ്ട് ഒരു ഡ്രൈ ഫോമിലേക്ക് ആക്കണം. എങ്കിലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു 2-3 days നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ചോറിനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചിക്കൻ പരിപാടികളൊക്കെ കിച്ചണിൽ നടക്കുകയാണ്, അത് നടക്കട്ടെ. അപ്പോൾ അതാണ് ഞാൻ കുക്കിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് പാക്കിംഗ് വ്ളോഗിലേക്ക് കയറാം. ഇതെന്ന് പറയുന്നത് അടിപൊളിയായിട്ട് വളരെ ഫ്രഷായിട്ടുള്ള സൂപ്പർ കുരുമുളക് പൊടി, നല്ല ഫ്രഷായിട്ടുള്ള വീട്ടിൽ പറിച്ച് ഉണക്കി എടുത്ത കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഭയങ്കര ഫ്ലേവറാണ്, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ കറികളിലൊക്കെ വളരെ കുറച്ച് ആഡ് ചെയ്താലും ആ കുരുമുളക് പൊടിയുടെ ആ ഒരു റിയൽ ഇതായതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മച്ചി ഫൈനായിട്ട് പൊടിച്ച് തന്ന പെരിഞ്ജീരകപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലും മട്ടനിലാണെങ്കിലും എല്ലാത്തിലും, മുട്ടക്കറിയിലാണെങ്കിലും എന്തിലാണെങ്കിലും വെജിറ്റബിൾ കുറുമയിലാണെങ്കിലും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ബൗൾ പെരിഞ്ജീരകവും അമ്മച്ചി പെരിഞ്ജീരകം പാനിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് തന്നു. ഇതെന്ന് പറയുന്നത് അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം സാറായുടെ ഫേവറേറ്റാണ്. സാറാക്ക് ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും എല്ലാം ചമ്മന്തിപ്പൊടി വളരെ ഫേവറേറ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യം അത് തീർത്തേച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ കുറച്ച് ഇതിൽ കാണുമ്പോഴത്തേനും അധികം തോന്നാത്തതാണ്. ഇത് അത്യാവശ്യം വലിയൊരു ബൗളാണ്. ആ ബൗളിൽ 3/4 ഭാഗം ചമ്മന്തിപ്പൊടിയുണ്ട്. അത്യാവശ്യം
ഒരു 1.5-2 കിലോ ചമ്മന്തിപ്പൊടിയുണ്ട്. ഇതും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കാണിച്ചത് പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ചമ്മന്തിപ്പൊടിയും. പിന്നീട് ഇതെന്ന് പറയുന്നത് നമ്മൾ മില്ലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് വാങ്ങിച്ച മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് ഫ്രഷാണ്. പിന്നെ അത് 2 പാക്കറ്റ് മഞ്ഞൾപ്പൊടിയാണ്, 1/4 കിലോയുടെ 2 പാക്കറ്റ്. പിന്നെ ഇതെന്ന് പറയുന്നത് പല പല ടൈപ്പുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള കാശ്മീരി ചില്ലി പൗഡർ, എനിക്ക് കാശ്മീരി ചില്ലി പൗഡർ മതി. കാരണം മറ്റേ നോർമൽ സ്പൈസി ചില്ലി പൗഡർ എനിക്ക് കറികൾക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ 1/4 കിലോയുടെ 4 പാക്കറ്റ്, അതായത് 1 kg കാശ്മീരി ചില്ലി പൗഡർ. ഞാനെല്ലാം 1/4 കിലോയുടെ വാങ്ങിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ടിന്നിൽ പൊട്ടിച്ചിടാനാണ് ഇഷ്ടം. അത് തീർന്നു കഴിയുമ്പോഴത്തേനും അടുത്ത പാക്കറ്റ് പൊട്ടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ചെറിയ പാക്കറ്റ് നോക്കി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഹോം മെയ്ഡ് വീട്ടിൽ ഹോം മെയ്ഡ് ടൈപ്പാണ്. നമ്മുടെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പാക്ക് ചെയ്യണം, ഓരോന്നോരോന്ന് പാക്ക് ചെയ്യണം. പിന്നെ ഇതെന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള മല്ലിപ്പൊടിയാണ്. അപ്പോൾ അമ്മച്ചി എന്താണെന്ന് വെച്ചാൽ മല്ലി വാങ്ങിക്കും. മല്ലി വാങ്ങിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വറുക്കും. വീട്ടിൽ ആ മല്ലി വറുക്കുന്ന മല്ലിയുടെ കൂടെ എന്താ പറയുക, കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും നമ്മുടെ മഞ്ഞളിൻ്റെ കട്ടയും എന്തൊക്കെയോ അമ്മച്ചി റെസിപ്പി പറഞ്ഞു, എനിക്ക് മറന്നുപോയി. അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ട് എന്തൊക്കെയോ ചേർത്തിട്ട് ഈ മല്ലി എന്ത് ചെയ്യും, മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കും. അപ്പോൾ ഭയങ്കര കറികൾക്കൊക്കെ നല്ല ടേസ്റ്റും ഭയങ്കര ഒരു സൂപ്പർ സ്മെല്ലാണ്. ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും അമ്മച്ചി റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, എനിക്ക് വിട്ടുപോയി. ഇതിപ്പോൾ ഏകദേശം ഒരു 3 kg ഉണ്ട്. ഞാനിത് 3 kg കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുപോകാൻ തന്നെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മഞ്ഞളിൻ്റെ കട്ടയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ കളറ് കണ്ടോ. അപ്പോൾ കളർ മാത്രമല്ല ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഞാൻ സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യലായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യലാണല്ലോ, നമ്മൾ മലയാളികൾക്ക് വളരെ സ്പെഷ്യലാണല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി എന്നൊക്കെ പറയുന്നത്. അപ്പം ഗരം മസാല പൊടി അമ്മച്ചി റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അത് ഞാൻ ടേബിളിലേക്ക് വെക്കാത്തത്. അപ്പോൾ പിന്നെ എന്നോട് വീഡിയോയിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ആരോ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു. ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെയോ, അതും സോറി കേട്ടോ ഞാനത് വിട്ടുപോയി. അപ്പം എല്ലാം കൂടെ ചേർത്ത് തേങ്ങ വറുത്തതും ഒക്കെ ചേർത്ത് ക്രഷ് ചെയ്ത് എടുക്കുന്നതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഞാനൊന്നും കൂടെ ചോദിച്ചിട്ട് അത് ഓർത്ത് പറഞ്ഞു തരാം. കാര്യം തിരക്കിനിടയിലായതുകൊണ്ട് അമ്മച്ചി ഓരോരോ ഇൻഗ്രീഡിയൻസ് പറയുമ്പോഴത്തേനും എനിക്ക് അത്ര പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പുളിയും തേങ്ങ വറുത്തതും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എന്താണേലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ചമ്മന്തിപ്പൊടി തന്നെയാണിത്. ഒരു രക്ഷയില്ലാത്ത ചമ്മന്തിപ്പൊടിയാണ്. മക്കൾക്കും ഇക്കാക്കും നമുക്കും പിന്നെ എന്താ പറയുക, നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലും മടിയുള്ള ദിവസങ്ങളിൽ ഈ ചമ്മന്തിപ്പൊടിയും ഒരു ചിക്കൻ ഫ്രൈയോ മുട്ട പൊരിച്ചതോ ഒരു പപ്പടോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മതി. കാരണം ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടിയൊക്കെ കംപ്ലീറ്റായിട്ട് എടുത്ത് മാറ്റുകയാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് അമ്മച്ചി റെഡിയാക്കിയത് കൊണ്ട് തന്നെ മിച്ചം വെക്കണ്ട, എല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് കംപ്ലീറ്റായിട്ട് പാക്ക് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഓരോന്നോരോന്ന് പാക്ക് ചെയ്ത് മാറ്റുകയാണ്. കാരണം നെക്സ്റ്റ് ഡേയിൽ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ വീഡിയോയും കൂടെ എടുത്തതിന് ശേഷം വീട്ടിൽ മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടിയും പെപ്പർ പൗഡറൊക്കെ നേരത്തെ റെഡി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും മേടിച്ചത്. അപ്പോൾ അതും കൂടെ ഒരുമിച്ച് വെച്ച് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതിന് ശേഷം പാക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കുറച്ച് ഡിലേ ആക്കിയതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ
പെരുംജീരകപ്പൊടി, ഇതെന്ന് പറയുന്നത് പെപ്പർ പൗഡർ. അപ്പം എല്ലാം ഞാൻ പാക്ക് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഭയങ്കര ഓരോന്നിനും അതിൻ്റേതായ സൂപ്പർ ഫ്ലേവർ, കറിയിലിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന് അടുപ്പിച്ചുണ്ട് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം. അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് പാക്കിങ്ങും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ ഇടനേല അപ്പം, കുമ്പിളപ്പവും അതുപോലെ തന്നെ നമ്മുടെ മാംഗോ പിക്കിളും ബീഫിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.